ഞാനങ്ങനെ ഒരു കൺവെൻഷണൽ ബ്യൂട്ടി ആണെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഭംഗിയുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല, ഐ എം നോട്ട് എ കൺവെൻഷണൽ ബ്യൂട്ടി. കൺവെൻഷണൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ ഇരിക്കണം, മൂക്ക് ഇങ്ങനെ ഇരിക്കണം. അതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് കൊച്ചിലേക്ക്. പിന്നെ ഭയങ്കര എന്താ പറയണ്ടേ, കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ കാര്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വീട്ടിൽ ശീലമില്ല. ഞാനും അനിയനും ഞങ്ങൾ ഒരു 2 വയസ്സ് കഷ്ടിച്ച് ഡിഫറൻസാണ് ഞങ്ങൾക്ക് 2 പേർക്കും. ആണും പെണ്ണും തമ്മിൽ സമൂഹത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു ഏജ് കഴിഞ്ഞപ്പോഴാണ് അത് റിയലൈസ് ചെയ്തത്. അങ്ങനത്തെ വീട്ടിൽ വളർന്നത് കൊണ്ട് ചുറ്റുപാടുമുള്ള പലതിനെയും എനിക്ക് നേരിടാന്നല്ല, അതിനെ ബോദർ ചെയ്തില്ല. നേരിടലും ഒന്നുമില്ല. നേരിടാൻ നമുക്ക് സമയം വേണ്ടേ? നേരിട്ട് ചുമ്മാ നമ്മൾ ക്ഷീണിക്കൂലേ? അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഇങ്ങനൊരു അതിൽ ബ്ലെസ്ഡ് ആണ്, അത്രേ പറയാൻ പറ്റൂ. യു സ്പോക്ക് അബൌട്ട് എങ്ങനെയെങ്കിലും ചാനലിന്റെ അത് മാറി കോൺസെൻട്രേറ്റ് ഓൺ. അതെ അതെ, അതിനെപ്പറ്റി ഒന്ന് പറയാം. ചാനൽ നോട്ട് ദാറ്റ് ഇറ്റ് ഹാസ് നോട്ട് ഹെൽപ്ഡ് മീ. ഇപ്പോഴും എന്നെ മുഖം കൊണ്ട് തിരിച്ചറിയുന്ന മനുഷ്യരുണ്ട്. ഈ മുഖം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. എൻ്റെ ഇഷ്യൂ എപ്പോഴും അതായിരുന്നു. എന്നെ കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ പോരാ, ഞാൻ എന്താണെന്ന് തിരിച്ചറിയണം. അപ്പോൾ അത് ചാനൽ എപ്പോഴും കൊടുക്കുന്നത് ചാനലിൻ്റെ ഒരു ഇതല്ലേ. ചാനലിന് മുമ്പ് ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, ചാനലിന് മുമ്പ് ഞാൻ പാട്ട് പാടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിടത്തും ഇരുന്ന് ഞാൻ ഡാൻസ് ചെയ്യും പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ സൈലൻ്റ് ആയിരുന്നു. എൻ്റെ ഗ്രൂപ്പിൽ വളരെ നന്നായി സംസാരിക്കുന്ന നല്ല ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ എനിക്ക് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ട വരുമാനം അതുണ്ടാക്കി തന്നു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിലൊരു തെറ്റ് തോന്നുന്നില്ല. അതെനിക്ക് വേറെ തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് വന്നു. ഒരുപാട് വലിയ മനുഷ്യരെ ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു ലൈഫ് ടൈമിൽ കിട്ടാവുന്ന നല്ല ജീവിത പാഠങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ അതിൻ്റെ വായനയെ കുറച്ചും കൂടെ വലുതാക്കാൻ, എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നിനെയും വന്നു പോയല്ലോ എന്നില്ല. പക്ഷേ എനിക്ക് ചാനലിൽ വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സല്ല എൻ്റെ. എല്ലാ ദിവസവും രാവിലെ എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതാണ്, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിച്ചാൽ മതി എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അത് ബാധിച്ചും തുടങ്ങി. എപ്പോഴും ഇങ്ങനെ ഒരു പുട്ട് ഓൺ ഒരു സ്മൈൽ. എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്യണം. പക്ഷെ എല്ലാ ദിവസവും ഡാൻസിന് മേക്കപ്പ് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഭരതനാട്യം എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി തമിഴ്നാട് സെൻട്രിക്, എസ്പെഷ്യലി ചെന്നൈ സെൻട്രിക് ആയിട്ടാണ് ഭരതനാട്യത്തെ എപ്പോഴും കാണുന്നത്. അപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിൽ ആ ഒരു കോക്കസ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ചെന്നൈയിൽ ഒരു ഇതുണ്ട്. പ്രത്യേകിച്ചും ടാം റാം ഒരു സ്പേസിലാണ് ഭരതനാട്യം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മലയാളിക്ക് അതിലേക്ക് കിട്ടുന്ന ഒരു ആക്സസ് എളുപ്പമായിരുന്നു ആ പ്രോസസ്സ്? ഇല്ല, ഒന്നും എളുപ്പമായിരുന്നില്ല എനിക്ക്. എൻ്റെ എല്ലാം അതാണ്. ചില ഇൻ്റർവ്യൂവിൽ ചോദിക്കും എന്താണ് കുട്ടികളോട് പറയാനുള്ളതെന്ന്. എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാനൊരു നല്ല റോൾ മോഡലല്ല ഒരിക്കലും. കാരണം എൻ്റെ വളരെ സ്ലോ ആയിരുന്നു എൻ്റെ വളർച്ച. നമുക്ക് ഇന്ന് നോക്കുമ്പോൾ അത് പെട്ടെന്ന് തോന്നിയാലും ഒരു നാഷണൽ ലെവലിലേക്ക് ഒരു 5 ഡാൻസേഴ്സിനെ എടുക്കുമ്പോൾ, ഇന്ന് പെർഫോം ചെയ്യുന്ന ഭരതനാട്യം ഡാൻസേഴ്സിൽ എടുക്കുമ്പോൾ അതിലൊരാളായി മാറാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. കാരണം അത്ര ഡാൻസേഴ്സ് ഉണ്ട് ഭരതനാട്യം. ട്രെയിനിങ്, എനിക്ക് കിട്ടിയ ട്രെയിനിങ് എന്നെ അതൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ സംശയമില്ല. ട്രെൻഡിനനുസരിച്ച് ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ശരികളിലൂടെ മാത്രമാണ് പോയത്. പിന്നെ ആ ശരികളെയും കൂടി ആൾക്കാർ കാണാൻ തുടങ്ങി. പല ഒഴിവാക്കലുകളേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഒഴിവാക്കലുകൾ എന്നെ ബാധിച്ചില്ല. കാരണം ഐ യൂസ് ടു പെർഫോം എ ലോട്ട്. ഇവിടെ ടെമ്പിൾ ഫെസ്റ്റിവൽസിന് ഇന്ന് ഭയങ്കര യുദ്ധമല്ലേ സ്ലോട്ട് കിട്ടാൻ. ആരും തിരിഞ്ഞു നോക്കാത്ത കാലത്താണ് ഞാൻ ടെമ്പിൾ ഫെസ്റ്റിവൽസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രതിഫലമില്ലാതെ ഒരു സ്ഥലത്തൊന്നും ഡാൻസ് ചെയ്തിട്ടില്ല. അതൊക്കെ ഭാഗ്യം തന്നെയല്ലേ. ഞാൻ ചോദിക്കുന്ന ഒരു പ്രതിഫലം എനിക്ക് ആ കാലത്തും കിട്ടിയിരുന്നു. ലൈവ് ഓർക്കസ്ട്ര വെച്ചേ ചെയ്തിട്ടുള്ളൂ. ഈ അടുത്ത കാലത്താണ് റെക്കോർഡഡ് മ്യൂസിക്കൊക്കെ യൂസ് ചെയ്യുന്നത് പോലും. അപ്പോൾ ടെമ്പിൾ ഫെസ്റ്റിവൽസ് ചെയ്യുന്നത് 2ാം തരക്കാരാണെന്ന് പറഞ്ഞിരുന്ന അതേ ആൾക്കാർ ഇന്ന് ടെമ്പിൾ ഫെസ്റ്റിവൽസിനെ മദ്രാസിൽ നിന്ന് വരുന്നു ആൾക്കാർ ഡാൻസ് കളിക്കാൻ, ഡൽഹിയിൽ നിന്ന് വരുന്നു ഡാൻസ് കളിക്കാൻ. സോ ഐ വാസ് ഇൻ റോങ്. അപ്പോൾ നമ്മൾ മുമ്പേ പോയതുകൊണ്ട് അതിന് വിലയില്ലാതാവില്ല. ചിലപ്പോൾ കാണില്ലായിരിക്കും ആൾക്കാർ.
മലയാളിക്ക് ഭരതനാട്യം കളിക്കാൻ പറ്റും എന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കാണാതെ എത്ര നാൾ നമ്മൾ കണ്ണടച്ച് വയ്ക്കും. വർക്കാണ് നമ്മുടെ വർക്ക്, നമ്മുടെ ബോഡി ഓഫ് വർക്ക് നന്നായിരിക്കണം. അല്ലാതെ നമ്മൾ ബയോഡേറ്റ കുത്തി നിറച്ചിട്ട് കാര്യമില്ല. ഞാൻ ചിലരുടെയൊക്കെ ബയോഡേറ്റ കാണുമ്പോൾ വിചാരിക്കും, ഈശ്വര ഇവർ ആക്ച്വലി ഇത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വർക്കാണ് നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. എനിക്ക് വേണ്ടി സംസാരിച്ച മുഴുവൻ എൻ്റെ വർക്കാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് അത് വളരെ ഇപ്പോൾ പക്ഷേ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഈ കോക്കസിലൊന്നും പെട്ടുപോകാതെ സ്ഥിരം പോകുന്ന ചില വഴികളില്ലേ, മദ്രാസിൽ പോയി ഇത്ര സഭകളിൽ ഡാൻസ് കളിക്കണം. എനിക്ക് ആ കാലത്ത് കൊടുക്കാൻ കാശുമില്ലായിരുന്നു. കാശുണ്ടെങ്കിലേ ഞാൻ കൊടുക്കത്തുമില്ലായിരുന്നു. അങ്ങോട്ട് കൊടുത്ത് ഡാൻസ് കളിക്കാൻ എന്നുള്ള ഏർപ്പാട് ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. അത് ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ അങ്ങനെ കഴിവതും ഞാനത് എംപവർ ചെയ്യാൻ നോക്കും. നിങ്ങൾ ആവശ്യമില്ലാത്തതിൽ പോയി വീഴരുത്. നിങ്ങൾക്കില്ലാത്ത പണം സ്വരൂപിച്ച് നിങ്ങൾ ഈ വെറുതെ റിവ്യൂ എഴുതാൻ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി കാണാൻ ആൾക്കാരെ ലോറി കൊണ്ടുവന്ന് ഇറക്കണം. ആരുമില്ല കാണാൻ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എനിക്ക് ഭാഗ്യവശാൽ ഈ ടെമ്പിൾ ഫെസ്റ്റിവലിനെ കളിയാക്കിയവർ ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. ടെമ്പിൾ ഫെസ്റ്റിവൽസ് പ്രോഗ്രാം ഇല്ലാതെ ഇരിക്കുക അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടേ ഇല്ല. അതെൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഭയങ്കര മകളുണ്ട്, സിംഗിൾ പേരൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ഒരു ഇതാണല്ലോ, ഒട്ടും കൺവെൻഷനല്ലല്ലോ ഒരു കാര്യവും. അപ്പം അച്ഛനാണ് എന്നോട് പറഞ്ഞത്, ഒന്നുമില്ല, നീ ഇതിൽ നിന്നേ നിനക്ക് വരുമാനം ഉള്ളൂ, ഇതേ ഉള്ളൂ ഒരു മാർഗം എന്ന് വിചാരിക്കുക. ഇതിനു വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുക, വഴികൾ തനിയെ തുറക്കും. അത് തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെ ഞാൻ കുട്ടികളോടും പറയും. ഇന്ന് വഴികൾ തുറക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം പീപ്പിൾ ബൈ സ്ലോട്ട്സ്. അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ മറ്റേ ഒരു ആക്രമണമാണ്. മറ്റേ പുറത്തുനിന്നുള്ള NRIs കേരളത്തിലെ ടെമ്പിൾ ഫെസ്റ്റിവലിൽ വന്ന് ഫ്രീ ആയിട്ട് ചെയ്യും. കുട്ടികളോട് ടെമ്പിൾ അതോറിറ്റീസ് ആവശ്യപ്പെടും, നിങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യണം. അതൊരു റോങ് പ്രസിഡൻസ് അല്ലേ? കാരണം അമ്പലത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ കലാകാലങ്ങൾ മുതലേ അമ്പലങ്ങൾ കലകളെ പോഷിപ്പിച്ചിരുന്ന ഒരു ട്രഡീഷനിൽ നിന്ന് ഇപ്പോഴും അങ്ങനെ ഒരു അവന്യൂ ഉള്ളപ്പോൾ ഫ്രീ ആയിട്ട്, ബിക്കോസ് വൈ ഐ എം ആസ്കിങ് ഇസ് Parshvanath Upadhyay ji and Aditya, they were saying unless and until we set a precedence of not performing without remuneration. ഞാൻ ചെയ്യാറില്ല, ഞാൻ ചെയ്യാൻ അനുവദിക്കുകയില്ല എൻ്റെ പിള്ളേർ. അത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇത് ആരാണ് കൊണ്ടുവന്നത് ഇങ്ങനത്തെ കാര്യം? പുറത്തുനിന്ന് വരുന്നത് തന്നെയാണ്. അതാണ് വേറൊരു പ്രശ്നം. വരുന്നവർ കുഴപ്പമില്ല. കേരളം ഇപ്പോൾ വലിയ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേരളത്തിൽ അത്രയും പെർഫോമൻസ് ഒരിടവും നടക്കുന്നില്ല. ഭരതനാട്യം ഡാൻസേഴ്സ് ആയിക്കോട്ടെ, വേറെ എവിടുത്തെ ഡാൻസേഴ്സ് ആയിക്കോട്ടെ, കേരളത്തിലെ ഫെസ്റ്റിവൽസിൽ അവർക്ക് പ്രാതിനിധ്യം വേണം. കേരളത്തിലെ ഫെസ്റ്റിവൽസിൽ അനിവാര്യമായി ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഇതാണ് ടെമ്പിൾ ഫെസ്റ്റിവൽസ്. അവിടെ അവർ വെറുതെ വന്ന് ചെയ്യാൻ തയ്യാറാണ്. ആ തയ്യാറാകുന്ന ഇടത്ത് തുടങ്ങുന്നതാണ് ഈ പ്രശ്നം. പണമുള്ളവരാണ് ചെയ്യുന്നത്. പണമുള്ളവർ ചെയ്യുമ്പോൾ പണമില്ലാത്തവർക്ക് ഒന്നുമില്ല, അവസരവുമില്ല. പണമില്ലെങ്കിൽ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ഓർക്കസ്ട്ര ആർക്കെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 4 റിഹേഴ്സലും ചെയ്ത് ഒരു സ്റ്റേജിലൊരു പ്രോഗ്രാമിന് കയറണമെങ്കിൽ 70,000 രൂപ പോകും ഒരു പ്രോഗ്രാം. അപ്പം നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ പലരും ചോദിക്കാറുണ്ട്, വീഡിയോ എന്താ ഇടാത്തതെന്ന്. ഇത്രയും പറയാൻ പറ്റുമോ? ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പലപ്പോഴും ഉണ്ടായിരിക്കും. ഇതാ വീഡിയോ ഇടാത്തത്. കാരണം ഒരു തവണ ഇട്ട് ഇതേ കാര്യമായിരിക്കും നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത്. അതിൽ വ്യത്യാസം വന്നേക്കാം ചെയ്യുന്ന രീതിക്ക്. പക്ഷേ അത് മുഴുവനായിട്ട് പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ കല ആസ്വദിക്കപ്പെടേണ്ടത്. അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നതിൻ്റെ ആ പുതുമയെ കളയാനുള്ള ധൈര്യം നമുക്കില്ല. കാരണം ഇത് കാശിലുള്ള ഏർപ്പാടാണ്. കേരളത്തിൽ അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിലൊന്നും എനിക്ക് അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല. കരിയർ റിലേറ്റഡ് തോന്നിയിട്ടില്ല. പലതും വേണ്ടെന്ന് വയ്ക്കാൻ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നു.
അച്ഛനും അമ്മയും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അതുകൊണ്ട് അതാ ധൈര്യം. അതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്.